രക്ഷപ്പെട്ടു. എന്തായാലും അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് നന്നായി. അതുകൊണ്ട് അശ്വനെ ഫേസ് ചെയ്യാതെ അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ പറ്റി. അല്ല, ഞാൻ എന്തിനാ അവനെ പേടിക്കുന്നത്? ഞാൻ അവനെയല്ലോ, അവൻ എന്നെയല്ലേ കിസ് ചെയ്ത്. ഷോ, എന്നാൽ എന്റെ ഫസ്റ്റ് കിസ് കാലമാണ്. ആർദ്ര, നീ എവിടെ പോയതാ? ഉഗാണ്ടയിലേക്ക് പോയതാ. എന്നിട്ട് ഇത്ര പെട്ടെന്ന് തിരിച്ചെത്തിയോ? മിണ്ടാതിരിക്കട കഴുതേ. ആമിനേനെ ക്ലാസ് കയറുന്നില്ലേ? ഇല്ല. ഓ, എന്നാ ഞങ്ങളും കയറുന്നില്ല. എന്നാ വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോവാം. ഡി ആമി, നിനക്ക് എന്തു പറ്റി? നിന്റെ മുഖം എന്താ എങ്ങനെ ഇരിക്കുന്നേ? ആമി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ ഓക്കെ അല്ലേ? എന്തായാലും നീ അവന്മാർക്കിട്ട് കൊടുത്ത മറുപടി പൊളിച്ചു. ആ രോഹിത്തിന്റെ ഫേസ് ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഇതിനു മുമ്പ് നീയും അവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? എപ്പോ? അത് ഞാനിവിടെ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോഴാ. ഫസ്റ്റ് ഡേ തന്നെ റാഗിങ്ങിന്റെ പേരും പറഞ്ഞ് എന്നോട് അവര് മോശമായിട്ട് സംസാരിക്കും, ബിഹേവ് ചെയ്യുകയൊക്കെ ചെയ്തു. എന്നിട്ട് ആ ടൈമിൽ എൻ്റെ ഏട്ടൻ ഇവിടെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അവരെന്നെ റാഗ് ചെയ്യുന്നത് ആദർശേട്ടൻ കണ്ടു. അന്ന് അവൻ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടിയതാ. പിന്നെ അവൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. പിന്നെ ഇപ്പോഴാ വരുന്നത്. ആദർശോ? ഓ, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലേ. ഞങ്ങളുടെ സീനിയർ ആദർശിന്റെ അനിയത്തിയാണോ നീ? അവനെ നിങ്ങൾക്കറിയോ? പിന്നെ അറിയാതെ. അവൻ അത് വിട്. നിങ്ങൾ ക്ലാസ്സിൽ കയറുന്നില്ലേ? ഇപ്പൊ നടന്നുകൊണ്ടിരുന്ന ക്ലാസ് എന്തായാലും കഴിയാനായി. എനിക്ക് കയറിയിട്ട് കാര്യമില്ല. ഇനി എന്തായാലും അടുത്ത ക്ലാസ് കയറാം. ആർദ്ര, ഇനി ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും സീനിയേഴ്സിന്റെ സെക്ഷനിലേക്ക് വരാൻ നിൽക്കണ്ട. പിന്നെ ഇനി അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ എന്നോട് പറയണം. ഏട്ടാ, ഞാൻ പറഞ്ഞോളാം. വാ പോവാം. ആർദ്ര ആരുടെയോ ആരോ ആണെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തോന്ന്? അശ്വിൻ, നിന്റെ ഡയലോഗ് അത് പൊളിച്ചു. വെറുതെ ഒരു ഡയലോഗ് അടിച്ചതൊന്നുമല്ല. എനിക്ക് അവളെ ശരിക്കും ഇഷ്ടം. എന്തോ ഞാൻ കേട്ടില്ല. എന്നാ ശരിക്കും കേട്ടോ. ആർദ്ര അവൾ എൻ്റെ പെണ്ണ, ഈ അശ്വിന്റെ മാത്രം പെണ്ണ്. ഇതൊക്കെ എപ്പോ? ശരിക്കും നീ സീരിയസ് ആയിട്ടാണോ പറഞ്ഞ? എന്നിട്ട് നീ അവളോട് പറഞ്ഞോ? ഇല്ല, പറയണം. വേഗം ചൊല്ലി. പറയേണ്ട താമസം. അവള് 2 കൈ നീട്ടി. സ്വീകരിക്കുവോ? അതും പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെന്നാലും മതി. അവളുടെ 2 കൈയും ഇവന്റെ മുഖത്ത് അവള് പ്രിന്റ് ചെയ്ത് വെക്കും. ജീവാ, പിന്നല്ലാതെ അമ്മാതിരി ഷോ ആയിരുന്നില്ല ഇവിടുന്ന്. പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ വളരെ ഗംഭീരമായതുകൊണ്ട് പ്രപ്പോസ് ചെയ്യാൻ പോയാ നിന്റെ പല്ല് നഖം അവള് ബാക്കി വെച്ചാലായി. അവളെ എങ്ങനെ എന്റെ വഴിക്ക് കൊണ്ടുവരണമെന്ന് എനിക്കറിയാം. പിന്നെ ഈ കാര്യം ഞാൻ അവളോട് പറയുന്നതിന് മുൻപ് നിങ്ങളുടെ ആരുടെയെങ്കിലും വായേന്ന് അവളിത് അറിഞ്ഞോന്ന് ഞാൻ അറിഞ്ഞാൽ. അയ്യോ, പറയണ്ട, അറിയാം. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ചെയ്യാതിരുന്നാ നിങ്ങൾക്ക് കൊള്ളാം. സ്റ്റെല്ല, വാ പോവാം. ആമി, പോവല്ലേ, ഞങ്ങളും വരുന്നുണ്ട്. അതെന്താ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിതുവരെ നിന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഒന്ന് വന്നേക്കാന്ന് വിചാരിച്ചു. ഓ, അങ്ങനെ. അതിനെന്താടാ, നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. എന്താടാ, നീയും വാ. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യമായി പറയുന്നു, ഞാൻ വരുന്നില്ല. അശ്വിൻ, നീ ഇല്ലാതൊരു രസമില്ലടാ. ഓ, ആണോ? എന്നാ നീയും പോണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. എന്താടാ? അതുൽ, ഇവൻ ക്ലബിൽ വരുന്നില്ലെന്ന്. ഓ, അതാണോ? അത് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ. അവനെ വിളിച്ചിട്ട് കാര്യമില്ല, അവൻ വരില്ല. നീ എങ്ങനെ പുസ്തകപ്പുഴുവായിട്ട് നടന്നോ? ഓ, ആയിക്കോട്ടെ. ജീവ, നീ വരുന്നില്ലേ? നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ പോവാ. ജീവ, അവൻ വരും. വന്നില്ലെങ്കിൽ ഞാൻ കൊണ്ടുവരും. ഇത് വല്ലതും നടക്കുവോ? പിന്നെ നടക്കാതെ ഞാൻ വരുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ അശ്വിനും ഉണ്ടാകും. അപ്പൊ ഒരാളും കൂടി ഇല്ലാന്ന് ഉറപ്പായി. മോനെ അതുലേ, അങ്ങനെ അങ്ങ് പുച്ഛിക്കണ്ടട്ടാ. അവനെ ഞാൻ കൊണ്ടുവരും, നീ കണ്ടോ. ആഹാ, വന്നല്ലോ. കണ്ണാ, ആരാടാ? പിച്ചക്കാരാണോ? അങ്ങനെയും പറയാം. നീ പോടാ മരമാക്രി. നീ പൊടിയിനാമ്പിച്ചി. അയ്യോ, എന്റെ പൊന്നു കണ്ണേട്ടാ, ഇവൾക്ക് വിവരമില്ലെന്ന് വിചാരിക്ക. പക്ഷെ ഏട്ടൻ അങ്ങനെയാണോ? അയ്യോ വേണ്ട മോനെ, ഒരുപാട് പൊക്കല്ലേ. ഇതാരാ? നിങ്ങളുടെ കൂടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഫെലിക്സ്. ആദർശേട്ടനെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഇവിടുത്തെ കോളേജിലേക്ക് ഇപ്പോഴാ വന്ന. ഫസ്റ്റ് ഇയറില് ഞാൻ ഇവിടെ ആയിരുന്നില്ല. ഓ, ട്രാൻസ്ഫർ ആയിട്ട് വന്നതായിരിക്കും അല്ലേ? അതെ. എന്ത് പറ്റി പെട്ടെന്ന് കോളേജ് മാറാൻ? ഇത്ര നാളായിട്ടും ഇവർക്ക് ആർക്കും ഇത് ചോദിക്കാൻ തോന്നിയില്ല. ഏട്ടനെങ്കിലും ചോദിച്ചല്ലോ. പിന്നല്ല, അതാണ് ഞാൻ. റീസൺ എന്താ? അത് പറ. അതിപ്പോ പറയാൻ പറ്റില്ല, സീക്രട്ട് ആണ്. ഓ,
ഓ അത് ശരി. ആ ബെസ്റ്റ്. ആ ആമി, നീ വന്ന അമ്മയുടെ അടുത്തേക്ക് പോകാൻ പറയാൻ അമ്മ പറഞ്ഞായിരുന്നു. ഓ ആണോ? എന്നാ ഞാൻ പോയിട്ട് വരാവേ, നിങ്ങൾ സംസാരിച്ചിരിക്കും. സ്റ്റെല്ലയുടെ കൂടെ നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നത് എന്തായാലും നന്നായി. സ്റ്റെല്ല, ഞാൻ വരാൻ പറഞ്ഞത് ആമി ഇന്നലെ എന്തോ ഭയങ്കര ആലോചനയിലായിരുന്നു. എന്താന്ന് ചോദിച്ചിട്ട് അവൾ പറയുന്നില്ല. എന്തൊക്കെയോ അവൾ ഒളിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഏട്ടനും അങ്ങനെ തോന്നിയില്ലേ? ഞങ്ങൾ ഇന്ന് അതിനെ പറ്റിയാണ് ചർച്ച ചെയ്തോണ്ടിരുന്നത്. അവള് ഇന്ന് ക്ലാസ്സിൽ വന്നിട്ടും അങ്ങനെ തന്നെ ആയിരുന്നു. എന്തോ പ്രശ്നമുണ്ട്, അതവള് പറയുന്നില്ല. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഏട്ടന്റെ പെർമിഷൻ വേണം, എന്നാലേ ആ പ്ലാൻ നടപ്പാക്കാൻ പറ്റുള്ളൂ. ഓ, എന്താ പ്ലാൻ? പ്ലാനൊക്കെ കൊള്ളാം, പക്ഷെ അധികം ഓവറാക്കാതെ നോക്കണം. ആ, അതാലോചിച്ചേട്ടൻ പേടിക്കണ്ട, അത് ഞങ്ങൾ നോക്കിക്കോളാം. ആ, അപ്പോൾ ആ കാര്യത്തിൽ തീരുമാനമായി. ഇവിടെ തീരുമാനമാവാത്ത വേറൊരു കാര്യമുണ്ട്. അതിലിനി തീരുമാനമാക്കണം. നിങ്ങൾ ഇവിടെ ഇരിക്കുക, ആമി ഇപ്പം വരും. സ്റ്റെല്ല, നീ എൻ്റെ കൂടെ ഇങ്ങ് വാ. ആ, നിങ്ങൾ മാത്രമേ ഉള്ളൂ? സ്റ്റെല്ലയും ഏട്ടനോട് പോയി? നിന്റെ ഏട്ടൻ സ്റ്റെല്ലേനെ വിളിച്ചോണ്ട് പോയിട്ടുണ്ട്. എന്തോ തീരുമാനാക്കാനുണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞോണ്ടാ പോയെ. ആ, ഇപ്പൊ വരും, കുറച്ചു നേരമായി പോയിട്ട്. ഞാൻ വന്നു, നമുക്ക് പോവാം. ആ, വന്നല്ലോ. ആമി വാ, നമുക്ക് പോവാം. പോവാനോ? എങ്ങോട്ട്? അതൊക്കെ ഉണ്ട്, നീ ഇങ്ങ് വന്നേ. ടാ, ഇവനെങ്ങനെയാടാ വന്നേ? നീ കണ്ടതല്ലേ അവൻ എൻ്റെ കൂടെ വരുന്നത്? ഓ, അങ്ങനെ അല്ലടാ, അവൻ വരില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാ വന്നേന്ന്. ഈ ജീവനെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചേ? ഞാൻ വിളിച്ച അവൻ വരാതിരിക്കോ? മോനെ ജീവ, അത്രയ്ക്ക് അങ്ങ് പൊങ്ങാൻ നിൽക്കല്ലേ. എന്തോ ഉണ്ട്, എന്താണെന്ന് മര്യാദയ്ക്ക് പറഞ്ഞോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അവൻ്റെ അസൈൻമെന്റ് ഞാൻ ചെറുതായിട്ടൊന്ന് ഒളിപ്പിച്ചു വെച്ചു. അത് തിരിച്ചു തരണമെങ്കിൽ ക്ലബിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വന്നു. ആ, ബെസ്റ്റ്. എങ്ങനെയാണെങ്കിൽ എന്താ, ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചില്ലേ? അവനെ കൊണ്ടുവന്നില്ലേ? അത് ശരിയാ. നിങ്ങളെവിടെ ഇരിക്കേ, ഞാനിപ്പോൾ വരാം. ആമി കുറച്ച് മയത്തിലൊക്കെ കുടിക്കടി. അന്ന് പോടി, എനിക്ക് നല്ല കപ്പാസിറ്റിയാ. അതുകൊണ്ട് ഞാൻ എത്ര കുടിച്ചാലും എനിക്കൊന്നും ആകത്തില്ല. കുറച്ച് കഴിയുമ്പോഴും അങ്ങനെ തന്നെയൊക്കെ കണ്ടാ മതി. ഫെലിക്സ്, ആദം, സ്റ്റെല്ല, നിങ്ങൾക്കറിയോ അവനില്ലേ ആ അശ്വിൻ? അവൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? എന്താ മോളെ, നീ ചേട്ടനോട് പറയടി, എന്താ പ്രശ്നം? അത് പിന്നുണ്ടല്ലോ, അവൻ എന്നെ അവൻ നിന്നെ എന്താ പറ? ആർദ്ര, ഇതാര്? അശ്വിൻ ചേട്ടനോ? ചേട്ടൻ എന്താ ഇവിടെ? ചേട്ടൻ ഇപ്പൊ എവിടുന്നാ വന്നേ? ആകാശത്തിൽ നിന്ന് വീണതാണോ? അല്ലടാ, ഇപ്പം ഭൂമിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടി മുളച്ചതാ. ചേട്ടൻ ഞങ്ങളുടെ കൊച്ചിന് എന്താ ചെയ്തേ? അവിടെ മുഖത്തേക്കൊന്ന് നോക്കൂ, എന്ത് സങ്കടം ഉണ്ടെന്നറിയോ അവക്ക്. എന്താ ചേട്ടൻ ചെയ്തേ? വേഗം പറഞ്ഞു. ഞാനോ? ഞാനെന്ത് ചെയ്യാൻ? ഡാ അശ്വിൻ, എന്താടാ അവര് പറയുന്നേ? എടാ, ഇവരൊക്കെ പകുതി ബോധത്തിലാടാ ഉള്ളേ. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ പറയും. തനിക്കാടോ ബോധമില്ലാത്ത? താൻ ചെയ്തത് ഞാൻ എല്ലാവരോടും പറയും. എന്തു പറയുന്നു? സ്റ്റെല്ല, ഇനി ഇവിടെ എന്നാ ശരിയാവില്ല. നീ ഇവളെയും കൂട്ടി വീട്ടിലേക്ക് പോക്കോ. ആടാ, ഞാൻ പോവാ. തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇവളെ കൊണ്ടുപോകാൻ പറ്റുമോ? സ്റ്റെല്ല, താൻ വീട്ടിലേക്ക് പോയിക്കോ. ആർദ്രനെ ഞാൻ വീട്ടിലെത്തിച്ചോളാം. അയ്യോ ചേട്ടാ, അത് വേണ്ട, ഞാൻ കൊണ്ടുപോവാ. അത് വേണ്ട, താൻ പോയിക്കോ. സ്റ്റെല്ല, അവളെ അവൻ വീട്ടിലെത്തിച്ചോളും, നീ പേടിക്കണ്ട. നീ എൻ്റെ കൂടെ വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അപ്പം ഫെലിയും ആദം അവരെന്ത് ചെയ്യും? അതിനല്ലേ അത് ഞങ്ങള് നോക്കിക്കോളാം, താൻ പോയിക്കോ. അയ്യോ എൻ്റെ പൊന്നാർദ്ര, ഒന്ന് നിർത്തും മതി. ഇത് എത്രാമത്തെയാ? വാ, വീട്ടിലേക്ക് പോവാം. അശ്വിനേട്ടാ, നിങ്ങൾ പോയില്ലേ? ബാക്കി എല്ലാരും എവിടെ പോയി? അവരെടുക്കാൻ പോട്ടെ. നിങ്ങള് പിന്നെ എന്റെ സാധനം എന്നോട് ചോദിക്കുക പോലും ചെയ്യാതെ എന്നെ കിസ് അടിച്ചില്ലേ? അതെന്റെ ഫസ്റ്റ് കിസ് ആയിരുന്നു, അറിയോ? എന്റേത് പിന്നെ 10ാമത്തെ ആണല്ലോ. 10? നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി? എന്റെ ദൈവമേ, എനിക്ക് തരാൻ നിനക്ക് വേറെ ഒരാളും കിട്ടിയില്ലേ? ആരെ കുറിച്ചാ പറയുന്നേ?
നിന്റെ കുഞ്ഞമ്മേനെ കുറിച്ച് എന്തേ? ആണോ? എന്താ പറഞ്ഞേ? അയ്യോ എനിക്ക് വയ്യ, ഇങ്ങ വന്നേ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. എനിക്ക് വീട്ടിൽ പോവണ്ട അശ്വിൻ ചേട്ടാ, എന്നെ ചേട്ടന്റെ കൂടെ ചേട്ടന്റെ വീട്ടിൽ കൊണ്ടുപോ.